യേശു കർത്താവ് ഈ പട്ടണത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചേട്ടെ. യേശു കർത്താവ് ഒരു പട്ടണത്തിൽ വന്നിട്ടുണ്ട് എങ്കില്, യേശു കർത്താവ് ഒരു ഗ്രാമത്തിൽ വന്നിട്ടുണ്ട് എങ്കില്, യേശു കർത്താവ് ഒരു ആലയത്തിൽ വന്നിട്ടുണ്ട് എങ്കില്, യേശു കർത്താവ് ഒരു ഭവനത്തിൽ വന്നിട്ടുണ്ട് എങ്കില്, എന്റെ നസ്രത്തുകാരനെ യേശു വന്നതിന്റെ ഉദ്ദേശം നിവർത്തിക്കാതെ എന്റെ നസ്രത്തുകാരനെ യേശു മടങ്ങി പോകത്തില്ല. അങ്ങനെയാണ് എങ്കിൽ പ്രിയ ദൈവസഭയെ, ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ എന്റെ നസ്രത്തുകാരനായ യേശു വന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഭയാന്തോട്ടത്തിനകത്ത് ഇന്ന് പകൽക്കാലം എന്റെ നസ്രത്തുകാരനായ യേശു ചിലരെ ചെയ്യാൻ പോലെയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് കർത്താവിന്റെ തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം അല്പസമയമാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വിശ്വാസത്തോടെ ആയിരിക്കണം. ആമേൻ. ജീസസ് നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരത്തിൽ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരത്തിൽ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തിൽ വിശ്വാസത്തോടുകൂടെ ആയിരിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലോ എന്റെ നസ്രത്തുകാരനായ യേശു ഇന്ന് ചിലത് ചെയ്യുവാൻ പോവുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ പ്രിയ ദൈവസഭയെ നമുക്ക് ഒരുമിച്ച് ദൈവസഭയിലായിരിക്കാം. ഇന്നത്തെ പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കാം. സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒരാൾക്ക് ശബ്ദം, 12-ാം വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യേശു അവനെ കണ്ട് അടുക്കൽ വെച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അവളെ കണ്ടു. ഇന്ന് പകൽക്കാലം ഞാൻ ആദ്യമേ പറഞ്ഞു, എന്റെ യേശു ഒരു ആലയത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ എന്റെ യേശു ഒരു വ്യക്തിയെങ്കിലും കാണാതെ പോകത്തില്ല. എന്റെ യേശു കർത്താവ് ഈ ആലയത്തിൽ ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ട്. വന്നതിന്റെ അടയാളമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത്. എന്റെ യേശു ഈ ആലയത്തിൽ വരാതിരുന്നു എങ്കിൽ ഞാൻ നിങ്ങൾ ഇവിടെ വരത്തില്ലായിരുന്നു. ആമേൻ. ജീസസ് യേശു അവളെ കണ്ടു. ആമേൻ. ആ വചനം അവിടെ നിൽക്കട്ടെ. ആ വചനത്തിലേക്ക് അല്പം സമയം കഴിയുമ്പോൾ നമ്മൾ കടക്കാൻ പോകുകയാണ്. പക്ഷെ അതിനു മുൻപായി ഒരു തിരുവചനം വായിക്കാൻ ആഗ്രഹിക്കാം. 2 തീമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 20-ഉം 21-ാം വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും കല്ലും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെളിപ്പാക്കുന്നവൻ വിശുദ്ധനും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. പ്രിയ ദൈവസഭയെ, ഇന്ന് പകൽക്കാലം ഇതാദ്യമായി അഭിഷേകൻ മാസത്തിന്റെ 1-ാം ശനിയാഴ്ച തുടങ്ങുവാൻ പോകുന്ന മീറ്റിംഗ് ആണെന്ന് അറിയുവാനിടയായി. പക്ഷേ കർത്താവിന്റെ ദാസിയിലൂടെ വായിച്ചു കേൾപ്പിച്ചതായ തിരുവെടുത്താണ്. ആമേൻ. ഒരു വീട്ടിൽ ഒരിക്കൽ കൂടെ വായിച്ചേട്ടെ, നിർത്തി വായിച്ചേട്ടെ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും അവിടെ നിൽക്കട്ടെ. പ്രിയ ദൈവസഭയെ, ഈ 1-ാം ശനിയാഴ്ച ഇവിടെ തുടങ്ങുവാൻ പോകുന്ന ഈ മീറ്റിംഗുകളാണ്
ചിലതിനെ ദൈവത്തിന്റെ ആത്മാവിനാൽ, ചിലതിനെ മാനപാത്രമാക്കി തീർക്കുവാൻ എന്റെ പദ്ധതി ഉണ്ട്. എന്റെ ദൈവവചനത്തിലൂടെ ഇന്ന് പകൽക്കാലം വിളിച്ചത് പ്രിയ ദൈവസഭയെ, ഈ ദേശം തന്നെ നമുക്ക് ഈ ദേശത്തിന് വേണ്ടി ഇടിവെല്ലെന്ന് പ്രാർത്ഥിച്ചട്ടെ. നമ്മുടെ രക്തത്തിന് രക്തം, നമ്മുടെ മാംസത്തിന് മാംസവുമായ നമ്മുടെ കൂട്ടി സഹോദരങ്ങളോ, എന്റെ രക്ഷകൻ ആര് എന്നറിയുവാൻ കഴിയാതെവെന്നും ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ കഴിയാതെവെന്നും ചിലത് ഹീനമാത്രമായി നാശത്തിന്റെ പാതയിലൂടെ, നാശത്തിന്റെ വക്കിലൂടെ, മദ്യപാനത്തിലൂടെ, കൂട്ടുകെട്ടുകളിലൂടെ, ലഹരികളിലൂടെ, അസമാധാനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലതിനെ മാനപാത്രമാക്കി തീർക്കുവാൻ, ചിലതിനെ മാനപാത്രമാക്കി തീർക്കുവാൻ, ചിലതിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ, പേർ വിളിക്കും കൂട്ടത്തിൽ ചിലതിന്റെ പേരിനോട് അവിടെ വിളിക്കുവാൻ, ചിലത് നിത്യശാപത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് കടന്നു വരുവാൻ ഈ മീറ്റിംഗ് അതിന് കാരണമായി തീരും എന്ന് എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇന്നത്തെ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് ഈ പട്ടണത്തിന് വേണ്ടി ഒന്ന് ഇടിവിൽ നിൽക്കണമേ. ഇവിടെ ആയിരിക്കുന്ന അഭിഷക്ത ദൈവദാസന്മാർ, ദൈവദാസന്മാർ ഒരുമിച്ചാണ് ഇന്ന് ശുശ്രൂഷിക്കുവാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കിവിടെ ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല. ഈ ഭൂമിയിൽ ഏറ്റവും ചെറിയവളാണ് ഞാൻ, ഏറ്റവും കഴിവില്ലാത്തവളാണ് ഞാൻ. എനിക്കിവിടെ നിൽക്കുവാൻ ഒരു യോഗ്യതയുമില്ല. എന്നാലും ആ ഇത്രയും അഭിഷക്ത ദൈവദാസന്മാരുടെ ഇടയിൽ എന്റെ നസ്രത്തിലുള്ള യേശു എന്നെ അല്പസമയത്തേക്ക് നിർത്തിയത് കൊണ്ട് മാത്രം ഞാൻ നിൽക്കുകയാണ്. ആമേൻ. ഞങ്ങൾ നിന്നതല്ല, എന്റെ യേശു കർത്താവ് നിർത്തിയത്. ആമേൻ. ജീസസ്. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് പകൽക്കാലം ആരും മൗനമായിരുന്നു എന്റെ ദൈവത്തെ അപമാനിക്കരുത്. ആദരങ്ങൾ തുറന്ന ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട് ദൈവസഭ സ്തുതിച്ചാൽ ദേശത്തിലെ ചില ചങ്ങലകൾ അഴിഞ്ഞ് ചില വ്യക്തികൾ വിടുവിക്കപ്പെട്ടിരുന്നു. ഹീനപാത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ലയോ? ഇന്ന് പകൽക്കാലം ചിലതിനെ യേശു തിരഞ്ഞെടുക്കുവാൻ പോകുകയാണ്. ആമേൻ. ജീസസ്. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവസഭയെ നമ്മുടെ ജീവിതത്തിലെ കുറവുകള്, കുറ്റങ്ങൾ, അകത്യങ്ങൾ, പാവങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏറ്റവും അപേക്ഷിക്കുക. ആമേൻ. നമ്മൾ ഇന്നായിരിക്കുന്നത് ഏതവസ്ഥയിലായിരിക്കുന്നത്? ആമേൻ. ഹീനപാത്രമാണോ? അതേ മാനപാത്രമാണോ? ഹീനപാത്രം എന്ന് പറയുന്നത് ബാത്റൂമിൽ വയ്ക്കുന്ന പാത്രമാണ്. അതിനകത്ത് ആമേൻ ലഹരിയുള്ള വീഞ്ഞ് പകരത്തില്ല. അത് മണമാവാൻ രുചിച്ച് നോക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഹീനപാത്രങ്ങൾ മാറി
ആവശ്യമാണ്. പഴയ തുരുത്തിൽ ഒരിക്കലും പൊതുവീഞ്ഞ് പകരത്തില്ല. അഥവാ പകർന്നാലും അത് പൊട്ടി നാശമായി പോകും. എന്ന പകർത്താലും പുതിയ വീഞ്ഞ് പകരണമോ, ഒരു അഭിഷേകം വെളിപ്പെടണമോ, ഒരു അത്യന്ത ശക്തി വെളിപ്പെടണമോ, പുതിയത് പ്രാപിക്കണമോ, നിനക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമോ, പുതിയ തുരുത്തിയാക്കി പഠിക്കാൻ കുറവ് സമ്മതിക്കാൻ. ഓ രാമന ശാന്തലോ, രാമന ശാന്തലോ, നീ പുറത്തിറങ്ങുമോ? മറ്റുള്ളവർ ചോദിക്കാം, ഇതെന്താ അത്ഭുതം, ഇതെന്താ അതിശയം, ഈ വ്യക്തിയിൽ ഇതുവരെ കാണാത്ത ചില മാറ്റങ്ങളെ പ്രവർത്തിയത് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചത് എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പുതിയ തുരുത്തിയാക്കുവാൻ കഴിയുമെങ്കിൽ പ്രിയ ദൈവസഭയെ എന്നെ ഒരു പുതിയൊരാളാക്കി, പുതിയൊരാളാക്കി, പുതിയ കൃപാവരങ്ങൾ തന്ന്, പുതിയ ശുശ്രൂഷകൾ തന്ന്, എന്റെ പുത്തൻ ശുശ്രൂഷകളിലൂടെ പഴയ ശുശ്രൂഷയല്ല 2025 കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുത്തൻ ശുശ്രൂഷകളോടുകൂടി എന്നെ പുറത്തെടുക്കുമ്പോൾ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവൻ ദൈവം ആലോചന തുടങ്ങിയ. ഓ താങ്ക് യു ജീസസ്. 21 വാക്യം വായിച്ചിട്ട് ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെളിപ്പാക്കുന്നവരെ ഈ പഴയത് 2025 നവംബർ മാസം 1-ാം തീയതി പഴയത് വിട്ടടി, പഴയ സ്വഭാവം വിട്ടടി, പഴയതെല്ലാം വലിച്ചെറി. ആമേൻ. ഇതെല്ലാം വിട്ടടിഞ്ഞോ? അയച്ചേട്ടാ. തന്നെ താൻ വെളിപ്പാക്കുന്നവർ, തന്നെ താൻ വെളിപ്പാക്കുന്നവർ, വിശുദ്ധനും വിശുദ്ധനും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ആമേൻ. ജീസസ്. എന്റെ യേശു കർത്താവ് എനിക്ക് തന്ന വചന വെളിപ്പാടാണ് ഞാൻ കൈമാറുന്നത്. ആയിരങ്ങളുടെ നടുവിൽ യേശുവിനെ ഉയർത്തുവാൻ എന്റെ പ്രിയനായ പരിശുദ്ധാത്മാവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഒറ്റയ്ക്കൊരാളുടെ മുൻപിലും എന്റെ യേശുവിനെ ഉയർത്തുവാൻ എന്റെ പ്രിയനായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. പ്രിയ ദേശമേ, പ്രിയ ദൈവസഭയെ, എന്റെ യേശു കർത്താവ് ഒരൊറ്റ വ്യക്തിയെ തേടി ഒരു കിണറ്റിന്റെ കരയിൽ ചെന്നതുപോലെ ഇന്നിവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിയാണ് ഈ സുവിശേഷം ഏറ്റെടുത്താൽ നിനക്ക് വിടുതല, നിനക്ക് സൗഖ്യമോ, നിനക്ക് രക്ഷയോ എന്ന് മകൾക്കാരെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടേ ആമേൻ. ഈ മീറ്റിംഗിലൂടെ കടന്നു വന്നത് നല്ല വേലക്കാരായി. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വേലക്കാരാണ്. ആമേൻ. പഴയത് ഉപേക്ഷിച്ചിട്ട് വിശുദ്ധനം, ആമേൻ, വിശുദ്ധനം നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന പ്രിയ ദൈവസഭയെ, ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവസഭയെ 2025 നല്ല വേലയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കാം. നിങ്ങൾ അറിയപ്പെടാത്ത ചില വ്യക്തികൾ നിങ്ങളെ തേടി വരുവാൻ പോലെയോ, നിങ്ങളെ ഇതുവരെ വിളിക്കാത്ത ചിലർ നിങ്ങളെ വിളിക്കുവാൻ പോലെയോ നല്ല വേലക്കായി ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇന്ന് പകൽക്കാലം മാനപാത്രമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആമേൻ. എനിക്കും നിനക്കും മനസ്സുണ്ടോ? നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കർത്താവ് ഇന്ന് പകൽക്കാലം ശുദ്ധീകരിക്കുവാൻ പോകുകയാണ്. ഹീനപാത്രം ആ വ്യക്തിമായുടെ കരത്തിൽ നോക്ക്. വ്യക്തിമായുടെ കരത്തിൽ ഒരു ഭിക്ഷാപാത്രം
പാത്രമാക്കി തീർക്കണം. ആമേൻ ജീസസ്. ഞാൻ ആ ചർച്ചില് സ്തോത്രക്കാഴ്ച എടുക്കുന്നതായ 2 പാത്രമുണ്ട്. നല്ല മനോഹരമായ ചെമ്പിലെ പാത്രം. പക്ഷെ അതിലൊരു സഹോദരി ആ പാത്രം പലപ്പോഴും എടുത്തു കൊണ്ടുവച്ചിട്ട് ചുണ്ടുകളിൽ പൊട്ടിച്ച് പുളിയൊക്കെ വെച്ച് നല്ലവണ്ണം തേക്കും. പക്ഷെ തേച്ചിട്ട് നല്ല തിളങ്ങുന്ന പാത്രമായി തീരും, തിളങ്ങുന്നൊരു മുത്തായി മാറും. പക്ഷെ ചില ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും പഴയതുപോലെ ക്ലാവ് പിടിച്ച ആമേൻ അതിന്റെ ഭംഗിയെല്ലാം പോയി. ആമേൻ എല്ലാം പോയി. അത് ക്ലാവ് പിടിച്ച് മനുഷ്യന് കരങ്ങൾ എടുക്കുവാൻ പറ്റാത്ത രീതിയിലായി തീരുവ പാത്രം. ആയതുപോലെ നമ്മൾ ഓരോ ദിവസവും യേശുവിന്റെ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ നോട്ടങ്ങളിലോ ഹൃദയ വിചാരങ്ങളിലോ നമ്മുടെ ജീവിതത്തിലോ അശുദ്ധി കടന്നു വരാറുണ്ട്. അപ്പോൾ ആ പാത്രം ആമേൻ ക്ലാവ് പിടിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം യേശുവിനെ വസിക്കേണ്ടുന്നതായ ഈ ദേവാലയത്തിന് അതിന് ക്ലാവ് പിടിക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ആമേൻ. അതിനായി നമ്മളെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് ആമേൻ ജീസസ് ആമേൻ നമ്മളെല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ കുറവുകളെ ഏറ്റുപറ. നമ്മൾ ഹീനപാത്രമാകരുത്. ഹീനപാത്രം ദേശാന്തരങ്ങളിൽ കിടക്കുന്ന ഹീനപാത്രങ്ങളെ മാന്യപാത്രമാക്കുവാൻ എന്റെ മേൽ ഇന്ന് പകൽക്കാലം അഭിഷേകം പകരണമേ എന്ന് ഒരു സമർപ്പിക്കാൻ കഴിയുമെങ്കിലോ ഇന്ന് പകൽക്കാലം പ്രിയ കർത്താവിന്റെ അഭിഷേക ദൈവദാസി മുൻപിലേക്ക് കടന്നു വന്ന് ഈ വിഷയം ആമേൻ ഒരു പ്രാർത്ഥന ഇവിടെ നടത്തുവാൻ പാകയാ. ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ പകരുവാൻ പാകയാ. പുതിയതെന്ന് പകരുവാൻ പാകയാ. സമർപ്പണത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ നല്ല വേലക്കാരോ, നല്ല വേലക്കാരോ എന്ന് പകൽക്കാലം അഭിഷേക ദൈവദാസി പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുക. ഇന്ന് ചില രോഗബന്ധനങ്ങളറിയോ, ഇന്ന് ചില ശാപത്തിന്റെ കെട്ടുകളറിയോ, ഇന്ന് ചില പാരമ്പര്യ കെട്ടുകളറിയോ, ഇന്ന് ചില ദേശാന്തര ശക്തികളറിയോ ആത്മാവിൽ പ്രതിക്കാം. ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയം, ഇത് പരിശുദ്ധാത്മാവിന്റെ ടൈം, ഇത് പരിശുദ്ധാത്മാവിന്റെ പണിക്കാരുകളാണ്. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് പറഞ്ഞു ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമ പോലെ വെളുപ്പിക്കാമെന്ന് അറിഞ്ഞു ചെയ്തതായ യേശു കർത്താവിന്റെ സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. പാപത്താൽ രോഗവും രോഗത്താൽ മരണവും മനുഷ്യരിലേക്ക് കടന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ നമ്മുടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സിലായി. നമ്മുടെ പാപക്കെട്ടുകൾ അഴിഞ്ഞുവാൻ, ശാപക്കെട്ടുകൾ അഴിഞ്ഞുവാൻ അസാധ്യമെന്ന് വിധിയാണ്. സ്ഥിരം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഈ നിമിഷം യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ മനസ്സിലാക്കി. ജന്മന ഹൃദയത്തിന്റെ 46 വയസ്സുവരെ സ്ഥിരം ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഓപ്പറേഷന് കൂടാതെ യേശുവിനെ സൗഖ്യമാക്കി 8-9 ലക്ഷം രൂപ കൊടുത്താണ് ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയിരിക്കുന്നത്. ഡോക്ടർമാർ ഓപ്പറേഷനിലൂടെ സൗഖ്യമാക്കുന്നത്. ഒരു വാക്ക് കൽപ്പിച്ച
മഹത്വം. യേശുവിന്റെ മഹത്വകാലം അരുളി ചെയ്ത ഹല്ലേലൂയ. യേശു കർത്താവിന്റെ സാന്നിധ്യം തൽക്കാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ, എന്റെ ജീവിതത്തിലെ പാപങ്ങൾ ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താലും മധുരത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി കർത്താവ് വിടുതൽ നൽകുവാൻ ശക്തനായ ദൈവമായി നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്നത്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് 2-3 പേർ യേശു കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ കടന്നു വരാമെന്ന് അരുളി ചെയ്ത യേശു കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഏത് രോഗമായാലും യേശുവേ, എന്റെ പാപം ക്ഷമിക്കണമേ, എന്റെ രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ യേശു കർത്താവ് നമ്മുടെ അരികിൽ സൗഖ്യദായകനായി യേശു കർത്താവ് നമ്മുടെ അരികിൽ നിൽക്കുന്നുണ്ട്. 38 വർഷക്കാലം കിടക്ക രോഗിയായി കുളക്കരയിൽ കിടന്ന മനുഷ്യരോട് യേശു ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മറ്റുള്ളവർ പ്രാർത്ഥിച്ചെനിക്ക് സൗഖ്യം തരും എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് നാം പ്രാർത്ഥിക്കാതെയും നമ്മുടെ പാപങ്ങളെ യേശുവോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് വിടുതൽ ലഭിക്കയില്ല. നമ്മുടെ പാപങ്ങൾ യേശുവിനോട് നാം തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ പ്രാർത്ഥന കേട്ട് നാം യേശുവിനോട് അടുത്ത് ചെല്ലുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു കൃപയെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ രോഗാത്മാവിന്റെ ശക്തികൾ എന്റെ ശരീരത്തിൽ അനുഭവിക്കും. ആ വേദനയുടെ അനുഭവത്തിലൂടെ വരുമ്പോൾ അതുണ്ടോ എന്ന് ചോദിക്കുകയും ഈ നിൽക്കുന്ന വ്യക്തികളോ അവരുടെ കുടുംബത്തിലെ ഏത് വ്യക്തിയുടെ മേലുള്ള രോഗാത്മാവാണെങ്കിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന അവസ്ഥകളുണ്ട്. അത് നിങ്ങൾ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സിലാക്കുക. നമ്മൾ ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗാത്മാവ് വിട്ടുപോകുവാൻ യേശു കർത്താവ് കൽപ്പിക്കുമ്പോൾ തന്നെ ആ രോഗാത്മാവ് വിട്ടുപോകുന്നതും എന്റെ ശരീരത്തിൽ നിന്ന് ആ വേദന മാറുന്നതും അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികളിൽ നിന്നും ആ രോഗാത്മാവ് പൂർണ്ണമായി അഴിഞ്ഞു മാറിയതായിട്ടും എന്റെ അനുഭവത്തിലൂടെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ യേശു കർത്താവിന്റെ ശക്തി ഇന്നും കുറുകി പോയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ രോഗിയെ സൗഖ്യമാകുന്നു. പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരെയും കുട്ടിയെ മരിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞല്ലോ. അതിനെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. രോഗികളായി ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധന കെട്ടുകൾ അഴിഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ യേശുവിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ശരീരത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നതായ അവസ്ഥ ഈ തോളലിന്റെ ഭാഗത്ത് നിന്ന് ഹല്ലേലൂയ ശക്തമായ ഒരു വേദന ഉള്ളിലേക്ക് അനുഭവപ്പെടുന്നു. ഇവിടെ നിൽക്കുന്ന ഏത് വ്യക്തികളാണെങ്കിലും ഹല്ലേലൂയ ഡോക്ടർമാർ പറയും കൈയുടെ അസ്ഥി തേയ്മാനമാണെന്ന്. പലപ്പോഴും ഗുളിക കഴിച്ചിട്ടുണ്ട്. ഡോക്ടർ പറയുന്ന ചികിത്സകളൊക്കെ ചെയ്തിട്ടും അത് കുറവ് വരാതിരിക്കുന്ന നിങ്ങളോ നിങ്ങളുടെ ഭവനത്തിലെ ഏത് വ്യക്തിയാണെങ്കിലും ഈ സമയം നിങ്ങൾ യേശുവിനോട് പറയുക, യേശുവേ എന്റെ കുറവുകൾ ക്ഷമിക്കണമേ, ഈ രോഗാത്മാവിന്റെ ശക്തിയിൽ നിന്ന് എന്നെ വിടിവിക്കുവാൻ എന്റെ യേശു കർത്താവ് ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ. 12 വർഷക്കാലം രക്തസ്രവമായിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടതായ നിമിഷം യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. നമുക്കത് വിശ്വസിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ നിമിഷം യേശുവേ എന്റെ ഈ രോഗാവസ്ഥയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ നിമിഷം എന്റെ വിടുതലിന്റെ ദിവസമായി തീരും. എക്സ്റേ സ്കാനിങ് ചെയ്യുമ്പോൾ 4000-5000 രൂപ കൊടുത്താണ് ഓരോ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ 1 രൂപ ചെലവില്ലാതെ യേശുവിനോട് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ മരണത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കും. യേശു സൗഖ്യദായകനായി നമ്മോട് കൂടെയുണ്ട്. പ്രിയരെ,
നിങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥകൾ യേശുവിനോട് പറയുക. യേശുവേ, ഈ പ്രിയപ്പെട്ടവർ യേശുപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, അടിയാൾക്ക് വെളിപ്പെട്ടതായി ഈ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ഇവരോ ഇവരുടെ കുടുംബത്തിലെ ഏത് വ്യക്തിയാണെങ്കിലും കർത്താവേ, ആ രോഗാത്മാവിന്റെ ശക്തി അധികാരമുള്ള നസ്രായ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി അഴിഞ്ഞു മാറിക്കും. കർത്താവെ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നു പോയിട്ടുള്ള സകല പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചിട്ട് കർത്താവെ, അസ്ഥി തേയ്മാനമായി കൈ ഉയർത്തുവാൻ കഴിയാതെ വണ്ണം കർത്താവെ, അപ്പാ, കൈകളെ തളർത്തിയിടുന്ന ആ രോഗാത്മാവിന്റെ ശക്തിയെ പൂർണ്ണമായി അഴിഞ്ഞു മാറുവാൻ ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടി വലിപ്പാൻ അധികാരമുള്ള നസ്രായനായ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി അഴിഞ്ഞു മാറിക്കും. കർത്താവിന്റെ രക്തത്താലും വചനത്താലും കഴുകണമേ, ശുദ്ധീകരിക്കണം കർത്താവേ. യേശു കർത്താവ് സൗഖ്യദായകനായി എന്റെ ശരീരത്തിൽ നിന്നത് മാറ്റിയതുപോലെ കർത്താവേ, ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലുള്ള ആ രോഗാത്മാവിന്റെ ശക്തി കർത്താവ് മാറ്റിയിരിക്കാൻ സ്തോത്രം, 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 സ്തോത്ര കർത്താവേ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ വയറിന്റെ ഈ ഭാഗത്തായിട്ട് മുഴ പോലെ ഇങ്ങനെ തള്ളി വരുന്ന അവസ്ഥകളുള്ള വ്യക്തികൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം തന്റെ വചനം അയച്ച് ജനത്തെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ലോകത്തിന്റെ ഏത് രാജ്യത്തിൽ നിന്ന് കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, വയറിനകത്തുള്ള മുഴ കാരണം അതിന് ഓപ്പറേഷൻ ചെയ്യണം, ലക്ഷങ്ങൾ മുടക്കണം, ഓപ്പറേഷൻ ചെയ്താൽ സൗഖ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിലും യേശുവിനോട് ഹല്ലേലൂയ, ഈ നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ യേശു സൗഖ്യദായകനായി യേശുവിന്റെ നാമത്തിൽ സകല പാപവും ക്ഷമിച്ചിട്ട് കർത്താവേ, ആ രോഗാത്മാവിന്റെ കെട്ടുകൾ പൂർണ്ണമായി അഴിഞ്ഞു മാറുവാൻ ഹല്ലേലൂയ. രക്തം ചെയ്യ, രക്തം ചെയ്യ, രക്തത്താൽ വചനത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണം. സൗഖ്യദായകനായ കർത്താവ് ഹല്ലേലൂയ. ആ യൂട്രസിനകത്തുള്ള മുഴയുടെ ഭാഗങ്ങളെല്ലാം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെ, തേളുകളെ, ശത്രുവിനെ സകലബലത്തെ ചവിട്ടി മെതിപ്പാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തെ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അത്ഭുത സാക്ഷികളായി തീരുവാൻ, യേശു എനിക്ക് വലിയ ചെയ്ത അത്ഭുത സാക്ഷ്യമായി തീരുവാൻ യേശു കർത്താവ് സഹായിച്ചതിനായി നന്ദി പറയുന്നു. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. നടുവേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ, നിങ്ങളുടെ നടുവിന്റെ ഭാഗത്ത് ഹല്ലേലൂയ, യേശുവേ എന്റെ ജീവിതത്തിലെ കുറവുകൾ ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താൽ ഇതിനെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ ഇരിക്കണ വീണ് എന്റെ ഡിസ്ക് 3 ഹല്ലേലൂയ, നട്ടലിന്റെ 3 ഡിസ്ക് തേഞ്ഞു പോയതാണ്. 2 മണിക്കൂർ കൂടുതൽ നിൽക്കരുത്, നടക്കരുത്, യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റെ കരുണയാൽ ഹല്ലേലൂയ, ഇത്രയും സമയം നിൽക്കുവാനും നടക്കുവാനും യാത്ര ചെയ്യുവാനും എന്റെ നട്ടലുകളെ ബലപ്പെടുത്തിയ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ രോഗത്തെ വിടുവിക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. കേടായ ശരീരഭാഗത്തെ ഒരു ഓപ്പറേഷനും കൂടാതെ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് പുതിയ ശരീരഭാഗമായി മാറുന്നു. ഹല്ലേലൂയ. കേടായ ശരീരഭാഗത്തെ യേശുവിന്റെ നാമത്തിൽ പുതിയ ശരീരമായി വരട്ടെ എന്ന് പറയുമ്പോൾ തന്നെ യേശുവിന്റെ അത്ഭുത സൗഖ്യം നമ്മൾ അനുഭവിക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. അവയെ നടുവെടുക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ കിടക്ക രോഗിയായി ഹല്ലേലൂയ നീണ്ട വർഷങ്ങളായി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു സൗഖ്യദായകനാണ്. 38 വർഷക്കാലം യേശു കുളക്കരയിൽ കിടന്നതായ ഒരു മനുഷ്യനോട് നിന്റെ കിടക്കെടുത്ത് നടക്കായെന്ന് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ, ആ നിമിഷ സൗഖ്യമായ ആ യേശുവിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ വചനത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണം. കർത്താവേ സ്തോത്രം, സ്തോത്രം, സൗഖ്യമാക്കിയിരിക്കാൻ നന്ദി പറയുന്നു. കുളക്കരയിൽ കിടന്ന മനുഷ്യൻ യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ സൗഖ്യമായി എഴുന്നേറ്റ് നടന്നു. എന്നാൽ ആ വ്യക്തി ആലയ കിട്ടിയ സൗഖ്യം കൊണ്ട് തോന്നിയതുപോലെ പോയില്ല. അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ആലയത്തിൽ കടന്നു വന്നു. യേശു ആലയത്തിൽ കടന്നു ചെന്നപ്പോൾ അവനോട് പറഞ്ഞത്, നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പോൾ ആ വ്യക്തി 38 വർഷക്കാലം രോഗിയായി കിടന്നതിന്റെ പിന്നിൽ അവൻ വ്യാപരിച്ചിരുന്നതായ അവന്റെ പാപം കാരണം ഹല്ലേലൂയ രോഗം അവന്റെ ശരീരത്തിൽ വന്നു. ആ രോഗാത്മാവിനാൽ അവൻ ബന്ധിക്കപ്പെട്ട് കിടന്നു എന്ന് മനസ്സിലാക്കും കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു ദേവാലയത്തിൽ കടന്നുപോയപ്പോൾ 18 വർഷം കൂലിയായിരുന്ന ഒരു സ്ത്രീയെ ഹല്ലേലൂയ
യേശു സൗഖ്യമാട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഈ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവേ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം വിടുതലും കർത്താവേ നൽകണപ്പ. അങ്ങ് സൗഖ്യദായകനായിരിക്കുക. സ്തോത്രം. ശിരസുള്ള പാദം വരെയുള്ള ഏത് രോഗത്താൽ ബാധിതരായി കർത്താവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന വ്യക്തികളായിരിക്കുന്നു, അവർക്ക് യേശുവിന്റെ സൗഖ്യം നൽകണപ്പ. യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നൽകണപ്പ. യേശുവിന്റെ തൊട്ടൊരു സൗഖ്യം പ്രാപിച്ചത്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചു, യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷികളായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായ സ്തോത്രം. അനുഗ്രഹിക്കുമാരിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ആമേൻ. ജീസസ്. ഇന്ന് പകൽക്കാലം സമർപ്പിച്ച ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ഒരു അശുദ്ധി എല്ലാം ചാരമാക്കി, ഒരു മാനപാത്രമാക്കി, നല്ല വേലക്കാരാക്കി. 2025 കഴിയുമ്പോൾ 26 കടന്നു പോകുമ്പോൾ വലിയൊരു ജാതികൾ എന്നോട് ചോദിച്ചു, ഞാൻ ജാതികളെ അവകാശമായി നിങ്ങൾ കാൽ വയ്ക്കുന്ന ഭവനം വിടുവിക്കപ്പെടും, നിങ്ങൾ പോകുന്ന ദേശം വിടുവിക്കപ്പെടും. അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളാണ് എന്ന് വെച്ചാൽ ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് സകല ജഗത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ എന്റെ നസ്രയനായ യേശു അന്ത്യകാല ശുശ്രൂഷയുമായി പലരെയും ഇന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിനെ ചില വിശ്വസ്തന്മാരെ തിരയുകയാണ്. പലരും അവിശ്വസ്തരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വസ്തന്മാരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ കാലം അന്ത്യകാലമാ. ആമേൻ. ജീസസ്. അങ്ങനെയാണ് എങ്കിൽ അല്പസമയം കൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസിയെ, ആ 2 ദൈവദാസിമാരെ, ആ പുറകിലിരിക്കുന്ന 2 ദൈവദാസിമാരെയും ഒരു മാനപാത്രമാക്കി, ആമേൻ, ഒരു മാനപാത്രമാക്കി യേശു കർത്താവ് പുറത്തെടുക്കുവാൻ പോകുകയാണ്. ആമേൻ. പുറത്തെടുക്കുവാൻ പോകുകയാണ്. പുച്ഛിക്കുന്നവരുടെ നടുവില്, നടുവില് നിങ്ങളെ ഉപയോഗിച്ചിട്ട് ഉപയോഗപാത്രമാക്കി ഉപയോഗിച്ചിട്ട് ശൂന്യമാക്കി പുറന്തള്ളിയവരുടെ നടുവില് എന്റെ നസ്രയനായ യേശു നിങ്ങളെ 2 പേരെയും മാനപാത്രമാക്കി ചില കൃപാവരങ്ങൾ, ചില ശുശ്രൂഷകള് നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങൾ 2026 വരെ ജനുവരി മാസം ഉണ്ടായെങ്കിൽ ഈ 2006 നിങ്ങളുടെ വർഷം അത് പൈത്തിന്റെ വർഷമായിരിക്കും. അത് പൈത്തിന്റെ വർഷമായിരിക്കും. ഇന്നിവിടെ ആരംഭിച്ച ശുശ്രൂഷ ആമേൻ ആരംഭിപ്പീൻ, ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ എന്റെ നസ്രയനായ യേശു കാനാവിലെ കല്യാണ വീട്ടിലുണ്ടല്ലോ, ആരംഭത്തേക്കാൾ പിന്നത്തതിൽ അവസാനമുണ്ടല്ലോ, ലഹരിയുള്ള വീഞ്ഞവിടെ വിളമ്പി. ഇവിടെ അങ്ങനെ ഒരു ശുശ്രൂഷ വരുന്ന ആളുകളിൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ആരംഭത്തേക്കാൾ അധികം, ആമേൻ, ആരംഭത്തേക്കാൾ അധികം ലഹരിയുള്ളത്, അധികം ശ്രേഷ്ഠമായത് ഇവിടെ ഉന്നതാഭിഷക്തന്മാർ കയറി വന്ന് ഇവിടെ ശുശ്രൂഷിക്കും. അനേക അത്ഭുത പ്രവർത്തികൾ ഇവിടെ നടക്കും. യേശുവിനുള്ള വിടുതലുകൾ ഇവിടെ നടക്കും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളുടെ ശുശ്രൂഷ ഇവിടെ നടക്കും. അനേക പാപികളുടെ മാനസാന്തരം നടക്കും. ആമേൻ. ആമേൻ. പ്രിയ ദൈവദാസിമാരെ, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ശുശ്രൂഷ ആയിരിക്കത്തില്ല, പക്ഷേ ഈ ദിവസം കർത്താവ് നിങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ പോകുകയാണ്. ഒരു പൊന്നുണ്ടല്ലോ, ആമേൻ, ആമേൻ, തീയിലേക്ക് വെച്ചിട്ട് അത് പുറത്തെടുക്കുമ്പോൾ അതിന്റെ മാറ്റം കൂടുന്നത് പോലെ, അത് തിളങ്ങുന്നൊരു മുത്തായി തീരുന്നത് പോലെ കർത്താവ് ചില ശുശ്രൂഷകളെ ഏൽപ്പിച്ച യേശു കർത്താവ് പുറത്തെടുക്കുവാൻ പോകുകയാണ്. ഈ പ്രിയ മകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ആമേൻ. ഇവൻ ഒരു കന്യയുടെ മകനാ, ഇവനൊരു ശമൂവേല. ആമേൻ. കന്യയുടെ മകനായ ഈ ശമൂവേലിനെ
എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറ. എന്റെ ഹിതമല്ല, എന്റെ ഹിതം ഒന്നും വേണ്ട, എല്ലാം നിന്റെ ഹിതം നിവർത്തിയാകട്ടെ എന്ന് പറ. ആ ക്രൂശിൽ യാഗമായ യേശു കർത്താവിനോടൊപ്പം നിന്നെ ഒന്നിന്ന് മകൾക്കായി യാഗമായി അർപ്പിച്ചുകൊണ്ട് ആ ക്രൂശിൽ യാഗമായ എന്റെ യേശു പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം എന്ന് ആയതുപോലെ നിന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിന്റെ ഉണർവിന് വേണ്ടി, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില കൃപാവരങ്ങൾ ചില യൗവനക്കാരെ വാർത്തെടുക്കേണ്ടതിനാൽ, ചില യൗവനക്കാരെ വാർത്തെടുക്കേണ്ടതിനാൽ എന്നെ മുടക്കിയ പ്രവർത്തനത്തിന് വേണ്ടി വിവിധ രാജ്യത്തിലേക്ക് നീ യാത്ര ചെയ്ത രാജ്യങ്ങളോട് സുവിശേഷം അറിയിക്കുന്ന ഒരു മാന്യം പാത്രമാക്കി എന്റെ പരിശുദ്ധമായ ദൈവം നിന്നെ തിരയുന്നു. എന്റെ മകളിൽ നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പ് നടത്തി. പ്രിയമാനെ, ഇത് പറയുമ്പോഴുണ്ടല്ലോ അനേക കൺവെൻഷൻ വേദികളിൽ നിന്നുകൊണ്ട് ഷർട്ടിന്റെ കളർ പറഞ്ഞ് അനേക ചെറു കൂടിയിരിക്കുമ്പോ ഷർട്ടിന്റെ കളർ പറഞ്ഞ് ചിലരെ തിരഞ്ഞു പിടിച്ച് ഫ്രണ്ട് വിളിക്കാറുണ്ട്. അവരോടുള്ള ദൈവിക അർപ്പണം കൈമാറിയിട്ട് അവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെ വിട്ട് ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവർ ഇന്ന് വിവിധ രാജ്യങ്ങളിൽ അനേക വിശുദ്ധന്മാരെ കർത്താവ് വേർതിരിച്ചിട്ടുണ്ട്. പ്രിയ ദൈവസഭയെ, എന്റെ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടിനെ നീ വിലയായി കാണരുത്, വിലയില്ലാത്തതായി കാണരുത്. ആമേൻ. നിന്റെ ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്നത് മുന്നമേ അറിയിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. ചില മദ്യപാനികള് ഇന്ന് പാപന്മാരായിരിക്കുന്ന ചില സഭകളില് ആയതുപോലെ പ്രിയ ദൈവസഭയെ ഇന്ന് ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്നവരെ കർത്താവ് പുതിയ മേഖലകളിലേക്ക് ദൈവം കരം പിടിച്ചുയർത്തുവാൻ കർത്താവ് തിരയുകയാ. ആവശ്യക്കാരന് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവ്, ആഗ്രഹിക്കുന്ന ഉള്ളത്തെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ്, ദാഹിച്ചിരിക്കുന്നവർക്ക് ജീവജലം നൽകി സൗജന്യമായി കൊടുക്കുന്ന കർത്താവ്. നിനക്ക് ദാഹമുണ്ടോ? ഉയരത്തിൽ നിന്ന് ചില പ്രാപിക്കണമെന്ന ദാഹമുണ്ടോ? എങ്കിൽ നീ ദാഹിച്ച് ഉയരത്തിൽ നിന്ന് നിനക്ക് ചിലത് പകരും. ആമേൻ ജീസസ്, ആമേൻ ജീസസ്. ഉയരത്തിൽ നിന്ന് ചിലത് ദൈവം നിന്റെ മേൽ പകരും. ആമേൻ ജീസസ്. കേൾപ്പിച്ചതായ വചനത്തിലേക്ക് പ്രിയദാസ ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. ഒരു ശബത്തിൽ യേശു അവളെ കണ്ടു. യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ 12-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ഇന്ന് പകൽക്കാലം ഞാൻ ആദ്യം പറഞ്ഞു, എന്റെ നസ്രത്തുകാരനെ യേശു ഈ ആലയത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ യേശു കർത്താവിന്റെ പ്രവൃത്തി എന്റെ നസ്രത്തുകാരനെ യേശു ഇവിടെ ചെയ്യാതെ പോകത്തില്ല. എന്റെ യേശു കർത്താവ് അവളെ കണ്ടു. ആരെയാ കണ്ടത്? എന്റെ നസ്രത്തുകാരനെ യേശു ആരെയാ കണ്ടത്? എന്റെ യേശു അവളെ കണ്ടു. ഒരു ആലയത്തിൽ, ഒരു ദേവാലയത്തിൽ എന്റെ നസ്രത്തുകാരനെ യേശു ദൈവവചനം ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, അവിടെ അനേകരുണ്ടായിരുന്നു ആലയത്തിൽ. പക്ഷേ അവരെ ഒന്നും കാണാതെ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ള എന്റെ കർത്താവ് ഒരു സഹോദരിയെ കണ്ടു. ആമേൻ. അവളുടെ വേദനയെ കണ്ടു.
നിനക്കെതിരെ ലോകം എഴുതിയ വേദകളെ സ്വർഗ്ഗത്തിലെ ദൈവം കീറിക്കളയും. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിച്ചു നോക്കാം. നീ ഇതുവരെ കാണാത്ത ചില ദർശനങ്ങളിലൂടെ കർത്താവ് നിന്നെ കരത്തിൽ പിടിച്ചു നടത്താം. എന്നാൽ ലോകത്തിന്റെ വിധികളെ തിരുത്തിയേ വീട്ടോ. ഞങ്ങൾ ആറെണ്ണത്തിന് ഞങ്ങൾ കരയുമ്പോൾ നീ എന്തിനായി കരയുന്നു എന്ന് ചോദിപ്പാൻ ഞങ്ങൾ അടുക്കൽ ആരും വരുവാനില്ല. പക്ഷേ ഞങ്ങൾ കരയുമ്പോൾ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു രക്ഷകനുണ്ടായിരുന്നു. ആമേൻ ജീസസ്. ഞങ്ങൾ ആറെണ്ണം തെരുവ് നായ്ക്കളെ പോലെ ഞങ്ങൾ ഓരോ ദിവസവും ഭിക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും. ചിലപ്പോൾ ചിലർ എന്തെങ്കിലും ആഹാരം തരും, ചിലർ ഈ തെരുവ് നായ്ക്കളെ കല്ലെടുത്ത് ഓട്ടിക്കുന്നത് പോലെ ഓട്ടിക്കും. ഒരു കീറിയ വസ്ത്രവും എടുത്ത് ആരെങ്കിലും തരുന്ന ഒരു വസ്ത്രവും എടുത്ത് അവൻ ഭിക്ഷ എടുത്ത് ജീവിച്ചതായ എന്റെ ജീവിതമുണ്ടല്ലോ. ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരുവാൻ ആരുമില്ല. അങ്ങനെ കാഞ്ചനം തുടങ്ങിയ സഭയ്ക്കകത്ത് എന്നെ ആരാണ് കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആരും അടുത്തെന്ന് പറഞ്ഞില്ല. നിനക്കുള്ള ദൂതാണ്, നിനക്കുള്ള അഭിഷേകമാണ്, നീ ചാടി പിടിച്ചെന്ന് ആരും പറഞ്ഞില്ല. ആമേൻ. ഒരു വെള്ളിയാഴ്ച മഴക്കാലം ഒരു പടിവാതിൽക്കലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരിട്ട് എന്റെ യേശു എന്നെ അഭിഷേകം ചെയ്തു. അന്ന് ആദ്യമായിട്ട് സാക്ഷ്യം പറയുക. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു വ്യക്തിയെ കൂടെ കർത്താവ് അഭിഷേകം ചെയ്തു. ആ അഭിഷേകമാണ് പ്രിയ ദൈവസഭയെ ഞാൻ ഇന്ന് ഭൂമിയിൽ നൽകുന്നത്. ആമേൻ ജീസസ്. ആമേൻ ജീസസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാസ്റ്റർ അടുത്ത് ഒരു ദിവസം പോയി പറയുന്നു, പാസ്റ്റർ എനിക്ക് സ്നാനം വേണം. പാസ്റ്റർ പറഞ്ഞു, സുഭാഷിണി നീ ഇപ്പോൾ സ്നാനപ്പെട്ടാൽ എങ്ങനെയുള്ള ഭാവി ജീവിതമാണ് വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ സ്നാനപ്പെടണ്ട എന്ന് ഞാൻ പറഞ്ഞു. പാസ്റ്റേ, എനിക്ക് ഈ ലോകത്തിലോ വിവാഹം കഴിച്ച് ധനവാനെ പോലെ അടിച്ച് പൊളിച്ച് ജീവിച്ച് നിത്യ നരകത്തിൽ പോകാനല്ല പാസ്റ്റേ എനിക്ക് സ്നാനം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ തന്റെ മണവാട്ടി സമയം ചേർപ്പോൾ എന്റെ യേശു വീണ്ടും വരും, വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. എന്റെ യേശു വീണ്ടും വരുമ്പോൾ എനിക്ക് എന്റെ യേശു പപ്പയുടെ വീട്ടിൽ പോകാന് എനിക്ക് സ്നാനം തരണമെന്ന് പറയുകയായി. പ്രിയ ദൈവസഭയെ, ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഈ മുട്ടൊക്കെ ഇട്ട് പൂവൊക്കെ ചൂടി ഗുഡെക്സ് ഒക്കെ കാലിൽ കയ്യിലിട്ട് ഈ ലോകത്തിലെ മോടികൾ പിടിപ്പിച്ച് ആരെങ്കിലും ചന്തക്കകത്ത് കിടക്കുന്ന മാലയും കമ്മലും വളയും കൊലിച്ച് എല്ലാം വായിച്ചു തരാം. ആരും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നപ്പോൾ ഞാനിത് തനിയെ ഊരിക്കളഞ്ഞു. ആരും പറഞ്ഞില്ല നീ ഇത് മാറ്റണ്ട, ആരും പറഞ്ഞില്ല നീ പോയി സ്നാനപ്പെടണ്ട. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നോ എന്റെ ജീവിതം മാറും, എന്റെ സ്വഭാവം മാറും, എന്റെ കെട്ടക മാറും, എന്റെ നിന്ദ മാറും, എന്റെ ഒറ്റപ്പെടൽ മാറും. എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് അച്ഛനില്ലല്ലോ, അമ്മയില്ലല്ലോ, ആരുമില്ലല്ലോ. ആരെങ്കിലും കീറിയ വസ്ത്രമില്ല ഞാൻ ഉടുത്തുകൊണ്ട് നടക്കുന്നേ. എനിക്ക് സ്നാനപ്പെട്ട് കയറുമ്പോ ഒരു വെള്ള വസ്ത്രം എടുക്കുക. ഞാൻ ആരോട് പറയുവാൻ ആരുമില്ല. പക്ഷേ ചർച്ചിന്റെ നേരെ ഫ്രണ്ടിൽ പോയി ഒരു ആന്റിയോട് പറഞ്ഞു, എനിക്കൊന്ന് കടം തരാമോ? ഞാൻ അവരുടെ വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് അല്പം കഴിഞ്ഞ് കൊണ്ടുകൊടുത്തു. എന്റെ പ്രിയ ദൈവസഭയെ, നീ ഏത് വിഷയത്തിലാ തകർന്നിരിക്കുന്നത്? ആ വിഷയത്തിന്റെ നടുവിൽ യേശു ഇന്ന് ഞാൻ വിളിക്കുന്നതുണ്ടല്ലോ വിദേശ വസ്ത്രങ്ങള്, വിദേശ വസ്ത്രങ്ങള്. ഈ പ്രിയ കർത്താവ്
വിശ്വാസികൾ പോയി പറഞ്ഞു, സുഭാഷിണി സ്നാനപ്പെടുന്നു. എന്റെ അമ്മയുടെ അമ്മയോട് ചെന്ന് പറഞ്ഞു, സുഭാഷിണി സ്നാനപ്പെടുന്നു, നിങ്ങൾ സ്നാനപ്പെടുന്നില്ലേ? അവൾ സ്നാനപ്പെടുന്നു എങ്കിൽ ഞാനും സ്നാനപ്പെടുന്നു. ഞാൻ സ്നാനപ്പെട്ട് ആ പുഴയുടെ ആറ്റിൽ നിന്ന് കയറി വരുമ്പോ എന്റെ അമ്മച്ചിയും കൂടെ എന്റെ പിന്നാലെ ഇറങ്ങി. എന്റെ അമ്മച്ചി ഞാൻ ഒരുമിച്ച് സ്നാനപ്പെട്ടു. തന്നെയുമല്ല, ഞങ്ങൾ 6 എണ്ണത്തിന്റെ കാര്യത്തിനില്ലായിരുന്നു. എന്റെ അച്ഛൻ അവസാനമായി എന്റെ അച്ഛന് യേശു കർത്താവ് ബ്ലഡ് ക്യാൻസറിൽ പിടിക്കപ്പെട്ടു. അവസാനമായി എന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നിട്ട് അച്ഛൻ ആത്മഹത്യക്ക് വേണ്ടി പദ്ധതി ഒരുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, ആത്മഹത്യ അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് വരികയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം ക്രിസ്തു. നിങ്ങൾ ചെയ്ത സകല പ്രതിമകളും ഏറ്റു പറഞ്ഞു വീക്ഷിച്ച് ഞാൻ പോകുന്ന ദേവാലയത്തിൽ കടന്നു വന്നാൽ യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന പേയാണ് പള്ളിമുക്കിയ സഭയിലോ ആ ദൈവദാസന്റെ കടത്തിൽ കൊണ്ടുകൊടുത്തു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ വേല ദൈവദാസനോടൊപ്പം ചെയ്തു. അവസാനം പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു നിത്യതയിലേക്ക് പ്രവേശിച്ചു. എന്നെ ഇതെല്ലാം അഴിച്ചറിഞ്ഞിട്ട് നടക്കണമെന്ന് പറഞ്ഞു എന്നെ കളിയാക്കിയ എന്റെ സഹോദരങ്ങളെ ഒന്നൊന്നായി എന്റെ യേശു കർത്താവ് തൊട്ടു. എല്ലാവരെയും യേശു കർത്താവ് ഈ രക്ഷയുടെ ഭാഗത്തേക്കാണ് എന്റെ യേശു കർത്താവ് കൊണ്ടുവന്നു. പ്രിയ ദൈവസഭയെ, ഒരക്ഷരം അറിഞ്ഞൂടാത്ത എന്റെ ജീവിതം ഒരു 7 മടങ്ങ് തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടോ. 3 ബാലന്മാരെ 7 മടങ്ങ് തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ വലിച്ചെറിഞ്ഞിട്ടോ. ആ 7 മടങ്ങ് തീച്ചൂളയിൽ കിടക്കുമ്പോ ഞാൻ മരണത്തിന് വേണ്ടി ഓടി നടക്കുകയാ. ബസ് തിരക്കോട് കയറി വരുമ്പോൾ അതിനിടയിൽ ചാടി മരിക്കുവാൻ വേണ്ടി മരണത്തിന്റെ മക്കളോട് സഞ്ചരിക്കുമ്പോൾ ആമേൻ, ആ ഘട്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ എന്റെ നസ്രത്തുകാരനായ യേശു ആ 7 മടങ്ങ് തീച്ചുളയ്ക്കകത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എന്റെ യേശുമായി ആ 7 മടങ്ങ് തീച്ചുളയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരു വചന വെളിപ്പാട് യേശു എനിക്ക് തന്നു. ആ വചന വെളിപ്പാടാണ് 5ാമത്തെ ദിവസത്തെ കൺവെൻഷൻ പോലും ഉന്നത വിശുദ്ധന്മാരുടെ നടുവിലോ ഉന്നത വേദികളിലോ എന്റെ പ്രാണപ്രിയൻ എന്നെ ഇരുത്തുവാനിടയായി, എന്റെ പ്രാണപ്രിയൻ എന്നെ നിർത്തുവാനിടയായി. ഇന്നയോളം നടത്തി, ഇന്നയോളം നിർത്തി. ആമേൻ ജീസസ്. അങ്ങനെയാണ് ഒരു അഭിഷേകത്തിന് വേണ്ടി നീ കരഞ്ഞു നോക്ക്. നീ ഇതുവരെ അനുഭവിക്കാത്ത ആത്മീയ സന്തോഷം, സമാധാനം നിന്റെ ജീവിതത്തിൽ കടന്നു വരിക. ഈ അടുത്ത സമയത്ത് വളരെയധികം ഒരു പ്രതിസന്ധി. ഓരോ സ്റ്റെപ്പും 10 വർഷം വെള്ളത്തിനടിയിൽ താഴെ പോകുന്നത് പോലെ പലപ്പോഴും
വചനം പറഞ്ഞുകൊണ്ടേ എന്റെ ജീവിതത്തിലാണ് അഭിഷേകത്തിലെ ഈ പ്രവർത്തനം. ഈ പ്രവർത്തനം നിങ്ങൾ ഇട്ടുകളയരുത്. എനിക്കിവിടെ വന്നിരുന്നപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ പ്രവർത്തനം നിങ്ങൾ ഇട്ടുകളയരുത്. എന്നോട് അനേകം ദൂതുകൾ പറഞ്ഞു. ഞാൻ ഒന്നുമേ വകവയ്ക്കത്തില്ല. എന്ന് വെച്ചാൽ എനിക്കൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ എന്തോ ദൈവവേല എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം കളിയാക്കി കളഞ്ഞു. പക്ഷേ എന്റെ വീട്ടിനകത്തെ ഒരു പ്രവർത്തനം ഇതേപോലെ തുടങ്ങി. 1 വർഷമായപ്പോൾ വെറും 4 പേരെ വെച്ചാ തുടങ്ങിയത്. വെറും 4 പേരെ വെച്ച് ഒരു പ്രവർത്തനം തുടങ്ങി. 1 വർഷമായപ്പോൾ എന്റെ ആ വീട് മൊത്തം ജനം നിറഞ്ഞിട്ട്, കുറ്റം വരെ നിറഞ്ഞിട്ട് 1 വർഷമായപ്പോൾ 11 പേർ സ്നാനപ്പെട്ടു. ഞാൻ പണ്ട് തെരുവ് നായികളെ പോലെ ഓടിയതുപോലെ ട്രാക്ടറുമായി ഓടുവാൻ തുടങ്ങി. എന്നാൽ 11 പേർ 1 വർഷമായപ്പോൾ സ്നാനപ്പെട്ട് ഈ 4 സഭ രൂപീകരിക്കുന്നത് വരെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. 4 സഭകളെ രൂപീകരിക്കുവാൻ എന്റെ യേശു എനിക്കൊരു ഭാഗ്യം തന്നു. 4 സഭകളെ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ എന്റെ വീട്ടിനകത്ത് തുടങ്ങിയ മീറ്റിംഗ് ഉണ്ടല്ലോ, ഇപ്പൊ എവിടെയൊക്കെ സഭയുണ്ടെന്ന് എനിക്ക് കണക്കില്ല. അതേപോലെ അഭിഷേകത്തിലെ ഈ പ്രവർത്തനം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആരംഭിപ്പീൻ അവസാനം വലിയ ലഹരിയുള്ള ഒരു വീഞ്ഞായി മാറും. ചോദിച്ച് കേട്ട് വരും. ഈ മീറ്റിംഗ് എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ച് കേട്ട് വരും. ഇതൊരു കാരുണ്യ പ്രവർത്തനമായി മാറും. പ്രവർത്തനമായി മാറാം. ഇത് പണം സമ്പാദിക്കുന്ന പ്രവർത്തനമല്ല, ഇതൊരു കാരുണ്യ പ്രവർത്തനം. അഭിഷേകത്തിനെ ഇതുവരെ കടന്നു പോകാത്ത ചില ഇടങ്ങളിൽ കർത്താവ് 2026 തുടക്കം മുതലായിരിക്കും. ഒരുങ്ങുവാൻ തയ്യാറാകുന്നു. കർത്താവിന്റെ ദാസിയിലൂടെ വായിച്ചു കേട്ട വചനം അംഗീകരിക്കുവാൻ തയ്യാറാകുന്നു. ആദ്യം വായിച്ചു കേട്ടത് അങ്ങനെയാണ് എങ്കിൽ നല്ല വേലക്കാരനായി അനേകരെ വാർത്തെടുക്കുന്ന ഒരു ശുശ്രൂഷയായി അനേകരോട് പൗലോസ് അപ്പോസ്തലനെ ദൈവം പ്രയോഗിച്ചതുപോലെ ദൈവം പ്രയോഗിക്കുമെന്ന് അറിയപ്പെടുന്ന വിഷയത്തിലേക്ക് ദൈവം കരങ്ങൾ എടുത്തുപയോഗിക്കും. ഈ പ്രവർത്തനം ഇന്നത്തെ സുഖ്യത നോക്കരുത്. വരും കാലഘട്ടങ്ങളിൽ കർത്താവ് വളർച്ച ഒരു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. എന്നെ നടത്തിയ കർത്താവ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ദൈവത്തിന്റെ ശക്തി മാത്രം പ്രവർത്തിച്ചാൽ മതി. ആ വായിച്ച വചനത്തിലേക്ക് യേശു അവളെ കണ്ടു എന്ന് വെച്ചാൽ 18 വർഷം, ഞാൻ പറഞ്ഞോട്ടെ വായിക്കാൻ സമയമില്ലല്ലോ, 18 വർഷം കൂലിയായിരുന്ന ഒരു സ്ത്രീയെ യേശു കണ്ടു. ഒരു ദേവാലയത്തിൽ എന്റെ യേശു ദൈവവചനം പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ 18 വർഷം കൂലിയായിരുന്ന ഒരു സ്ത്രീയെ യേശു കണ്ടു. യേശു കണ്ട അവളെ അടുക്കൽ വിളിച്ചു. പ്രിയ ദൈവസഭേ, ഒരിക്കൽ കൂടെ ഒരു സ്റ്റെപ്പ് കൂടി എന്റെ യേശുവിന്റെ അടുക്കലേക്കൊന്ന് വരുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് വെച്ചാൽ ദൈവം വചനത്തിന്റെ അടുക്കലേക്ക് ഒരിക്കൽ കൂടെ വരുവാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ യേശു ഇന്ന് കൈ വയ്ക്കുവാൻ പോകുകയാണ്. എന്റെ ശിരസിൽ, എന്റെ വിജയത്തിൽ യേശുവിന്റെ കരം സ്പർശനം
നിങ്ങളെ മിനിസ്ട്രി വളരരുതെന്ന്, ഒട്ടും നിങ്ങൾ നിവർന്ന് നിൽക്കരുതെന്ന് ആരാ വാദിക്കുന്നത്? ആ വാദത്തെ ഇന്ന് പകലിലോ യേശു കർത്താവ് ആ വാദത്തെ വെട്ടി മാറ്റുവാൻ പോലെയോ ദൈവ പ്രവൃത്തിയെ തടയുന്നത് ആരാ? ആമേൻ. ഇന്ന് പകലിലോ ദൈവ പ്രവൃത്തിക്കെതിരെ നിൽക്കുന്ന ആ വാദത്തോട് വെല്ലുവിളിച്ച് കയറിക്ക്. ഒട്ടും നിവരുന്നത്, ശുശ്രൂഷ മേഖലയിൽ ഒട്ടും നിവരുന്നത്. ഈ മിനിസ്ട്രി ചെയ്യുന്ന ദൈവദാസന്റെ കുടുംബത്തില് എന്തെങ്കിലും ഒന്ന് വന്ന് കാണണമെന്ന് കാത്തു നിൽക്കുന്ന ചിലരുണ്ട് കേട്ടോ, ചിലരുണ്ട്. ആമേൻ. അവരോട് പറ, ആത്മാവിൽ പൊരുതിയിട്ട് പറ, അന്ധകാര ശക്തിയെ നിനക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം, എന്നിലുള്ള വാഗ്ദത്തം, എന്റെ കുടുംബത്തിലുള്ള വാഗ്ദത്തം, അന്ധകാര ശക്തിയെ നിനക്ക് തൊടുവാൻ കഴിയത്തില്ല. എന്നെ വിളിച്ചത് ആരാ? ആകാശത്തെയും ഭൂമിയായി ഉണ്ടാക്കിയ സർവശക്തനായ സർവശക്തിയുള്ള എന്റെ ദൈവമല്ലേ എന്നെ വിളിച്ചത്? പിന്നെ എന്റെ വാഗ്ദത്തത്തെ തടയുവാൻ കർത്താവിന്റെ ദാസനെ വലിയൊരു വിളിയോടെ കർത്താവിന്റെ ദാസനെ ദൈവം വിളിച്ചത്. ആമേൻ. വലിയൊരു വെളിപ്പാട് അകത്ത് കിടക്കുന്നത്, അകത്ത് കിടന്നത് കത്തുകയാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ആളിക്കത്തും കേട്ടോ, ആളിക്കത്തും. പക്ഷേ ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ചിരുന്നാൽ മാത്രം മതി. വലിയൊരു വെളിപ്പാട് അകത്ത് കിടക്കുന്നത്. ആമേൻ. തന്നെയുമല്ല, ഈ കൂനിയായ സ്ത്രീയെ ഒതുക്കിയതുപോലെ അഭിഷേകത്തിനെ ദൈവസഭയെ ഒതുക്കുവാൻ ചിലർ എഴുന്നേറ്റ് വരും കേട്ടോ. ഈ കൂനിയായ സ്ത്രീയെ ഒതുക്കി ഇരുത്തിയതുപോലെ ഒതുക്കി ഇരുത്തുവാൻ ചിലർ എഴുന്നേറ്റ് വരും. പക്ഷേ ഇവരെ അടുക്കൽ വിളിച്ചിട്ട് യേശു കർത്താവ് കൈ വെച്ചപ്പോൾ അവർ ക്ഷണത്തിൽ വിടുവിക്കപ്പെട്ടു. ക്ഷണത്തിലൊരു വിടുതലുണ്ട് കേട്ടോ ദൈവദാസനെ, ക്ഷണത്തിലൊരു വിടുതലുണ്ട്. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്, ക്ഷണത്തിൽ ഒരു വിടുതലുണ്ട്. അത് പ്രാപിപ്പാൻ തയ്യാറാകുന്നവോ എന്നാൽ ആരുടെയും മുൻപിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരത്തില്ല. തല കുനിച്ച് നിൽക്കണമെന്ന ആ അന്ധകാരം എന്റെ യേശു കർത്താവ് ശത്രുവിന്റെ സകലത്തെ വാഴ്ചകളെയും യേശുവിന്റെ കാൽക്കൽ ചതച്ചരച്ചതുപോലെ ഈ അന്ധകാര ശക്തികളെ ഞാൻ ചതച്ചരച്ച് ജയപ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. തന്നെയുമല്ല, യേശു ഈ സഹോദരിയെ വിടുവിച്ചു. ക്ഷണത്തിൽ അവൾ സൗഖ്യമായി. ഇത് കണ്ടിട്ട് ചില പള്ളി പ്രമാണി, ആമേൻ, പള്ളി പ്രമാണി, ആ വചനം ഒന്ന് വായിക്കുവാൻ കഴിയുമോ? പള്ളി പ്രമാണി യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, യേശു ആ സഹോദരിയെ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ടു. പ്രിയ കർത്താവിന്റെ ദാസനെ കുടുംബമേ, നിങ്ങളായിരുന്ന പള്ളി പ്രമാണി നീരസപ്പെടുകയാ, പള്ളിക്കാർ നീരസപ്പെടുകയാ. ഇത് പൊളിയണമെന്ന്, നിങ്ങളിൽ ഇട്ടറിഞ്ഞിട്ട് മടങ്ങി ചെല്ലണമെന്ന് ഇവിടെ ഒരു പ്രവർത്തനം മുളച്ചു വരരുതെന്ന് പള്ളി പ്രമാണി നീരസപ്പെട്ടു. ഞാൻ പറയുന്നതല്ല, എന്റെ നാസറത്തിലാണ് യേശുവിന്റെ തിരുവരുത്താനായി മാറുന്നത്. വേണമെങ്കിൽ എടുത്തെടുത്ത, വേണ്ടെങ്കിൽ തലകള പള്ളി പ്രമാണി നീരസപ്പെട്ടു എന്ന് വെച്ചാൽ ഇവിടെ ചില വീടുകളിന്റെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ പള്ളിക്കകത്തിരിക്കുന്ന ചിലതും കൂടെ ഇവിടെ വരും.
നീരസപ്പെട്ടുകൊണ്ടിരിക്കുകയാ. പള്ളിപ്രമാണികൾ നീരസപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, അന്ധകാര ശക്തിയോട് പോരാടി ചെയ്യാണ്. പോരാടി ചെയ്യാൻ എടുത്തില്ലെങ്കിൽ നമ്മൾ അവരെ കൂടെ പോകുന്നു പോകും. തന്നെയുമല്ല, താഴോട്ട് വായിച്ചേ, കപടഭക്തി. കർത്താവ് അവരോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ. കർത്താവിന്റെ ദാസനെ പള്ളി പ്രമാണി നിരസപ്പെടുന്നുണ്ട്. കപടഭക്തിക്കാർ കർത്താവിന്റെ ദാസനെ കാണുമ്പോൾ ചിരിക്കുന്നു, ഒക്കെ പറയുന്നു. നോ, കപടഭക്തിയാണ്, വ്യാജം, ഉപായം. സഭാപ്രസംഗിയുടെ പുസ്തകം പറയുന്നു, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം മായ, 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 മായ. മായമില്ലാത്ത ഒന്നേ ഉള്ളൂ, എന്റെ രക്ഷകന്റെ തിരുവഴുത്ത്. അഭിഷക്തനെ, കപടഭക്തിക്കാരുടെ നടുവിലായി ഇന്ന് മാർക്കുന്നത്, കപടഭക്തിക്കാരുടെ നടുവിലായി ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത്, കപടഭക്തിക്കാരുടെ അടുക്കൽ ചെന്ന് അകപ്പെട്ടു പോകരുത്. കപടഭക്തിക്കാരുടെ അടുക്കൽ ചെന്ന് അകപ്പെട്ടു പോകരുത്. കപടഭക്തിക്കാരെ തിരിച്ചറിയാം. കപടഭക്തിക്കാരുടെ കരത്തിൽ വീണ് പോകരുത്. 4 സഭകളായപ്പോൾ കപടഭക്തിക്കാരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. എന്റെ കർത്താവിനെ മാറി മാറി ഓരോ കോടതികൾ വിസ്തരിക്കുന്നത് പോലെ ഈ സഭകളും അറിയാൻ സമയമായപ്പോൾ എന്റെ ജീവിതം ഓരോ സ്റ്റേഷനിലും മാറി 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 ഓരോ കോടതികളിലും കയറി ഇറങ്ങിയ വ്യക്തിയാ. കപടഭക്തിക്കാരെ തിരിച്ചറിയാം. കപടഭക്തിക്കാരുടെ നടുവിൽ ചെന്ന് അകപ്പെട്ടു പോകരുത്. ഈ ഒരു നേരം ഒരു ഭക്ഷണം കഴിക്കുവാൻ മറന്നു പോയാലും ഈ വചനത്തിന്റെ വെളിപ്പാട് യേശു നിങ്ങളുടെ മേൽ കൈമാറിയത്, ഈ ആലയത്തിൽ കൈമാറിയത്, ഇവിടെ കടന്നു വന്ന എല്ലാവരുടെ മേലും കൈമാറിയത്, ഇത് കളിയായി കാണരുത്, ഇത് മറന്നു പോകരുത്. ഭക്ഷണം കഴിക്കുവാൻ ഒരു സമയം മറന്നു പോയാലും ഈ വചനങ്ങൾ മറന്നു പോകരുത്. ആമേൻ. കപടഭക്തിക്കാരുടെ കരങ്ങളൊന്ന് യേശു കർത്താവ് ഈ മിനിസ്ട്രിയെ വിടുവിക്കും. ഇവിടെ ആയിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ വിടുവിക്കും, ദൈവ വേലക്കാരെ വിടുവിക്കും. അതിന്റെ എല്ലാം വായിക്കുവാൻ സമയമില്ലല്ലോ. അതിന്റെ 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും അവൻ ഇത് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ വചനം എല്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുന്നത്, അത് വചനം നിങ്ങൾ വായിച്ചാൽ മതി. അവൻ ഇത് പറഞ്ഞ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. നിൽക്കണേ പ്രിയ കർത്താവിന്റെ ദാസനെ, ഈ ദൈവ പ്രവൃത്തികൾ നടക്കുമ്പോൾ തർക്കുത്തരങ്ങളും കളിയാക്കലുകളും ഒറ്റപ്പെടലുകളും ആക്ഷേപങ്ങളും നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങളും ഇതുവരെയും കേൾക്കാത്ത കുത്തുവാക്കുകളും എല്ലാം കടന്നു വരും. പക്ഷേ അടുത്ത വായിച്ചാട്ട് ഇത് പറഞ്ഞപ്പോൾ അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. ദൈവദാസനെ ഇതൊക്കെ പറയുമ്പോഴേ പക്ഷെ വചനത്തിനകത്തുറച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ ദൈവദാസനെതിരായി നിൽക്കുന്ന, ഈ മിനിസ്ട്രിക്കെതിരായി നിൽക്കുന്ന, ഇവിടെ ആയിരിക്കുന്ന ദൈവവേലക്കാർക്ക് നമുക്ക് ഓരോരുത്തർക്കും എതിരായി നിൽക്കുന്ന വിരോധികൾ നാണിച്ച് താഴോട്ട് വായിച്ചിട്ട് വിരോധികൾ നാണിച്ച് അവനാൽ നടക്കുന്ന സകല മഹിമകളാലും നിൽക്കണേ. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ഇവിടെ ദൈവത്തിന്റെ മഹത്വം നടക്കുവാൻ പോകുന്നു. ഇവിടെ ദൈവത്തിന്റെ അത്ഭുതം
സകല മഹിമകളാലും സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. കർത്താവിന്റെ ദാസനെ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് അവനാൽ നടക്കുന്ന ഈ അഭിഷേകത്തിലൂടെ ഇവിടെ അനേകം അഭിഷേകന്മാർ കടന്നു വന്ന് ശുശ്രൂഷിക്കും. ഈ മിനിസ്ട്രിയിലൂടെ നടക്കുന്ന സകല മഹിമകളാലും ഇവിടെ മഹിമകൾ നടക്കുന്നത്. ഞാൻ ആദ്യമേ പറയുന്നു, നിങ്ങൾ കേട്ടോ കേട്ടില്ല, എനിക്കത് കാര്യമില്ല. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്കൂർ കൊണ്ട് എന്നാൽ ബാക്കിയെല്ലാം പറയും. പക്ഷെ നമ്മുടെ സ്വന്തം ചർച്ചില് 3-4 സഭകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് 10 മണി മുതൽ 5 മണി വരെയാണ് മീറ്റിംഗ്. പക്ഷെ അതെപ്പോഴും അല്ല, വല്ലപ്പോഴും ഒരിക്കൽ ഞങ്ങളിങ്ങനെ എല്ലാ സഭകളെയും ഒരുമിച്ച് കൂട്ടും. പക്ഷെ 11 മണിയാകുമ്പോൾ മയക്ക് തരണം, 4 മണിയാകുമ്പോൾ മയക്ക് തിരിച്ചു കൊടുക്കും. 5 മണി വരെയാണ് മീറ്റിംഗ്. ആ 1 മണിക്കൂർ അവസാനം ദൈവദാസന്മാരായിരിക്കും വിടുതലിന്റെ ശുശ്രൂഷകൾ. പക്ഷെ ഈ ഇത്രയും സമയം, ഇത്രയും മണിക്കൂർ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് സഞ്ചരിച്ച യേശു കർത്താവ് ആ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് ചിലതിനെ വിട്ടുവെക്കുന്നത്, ചിലർ സൗഖ്യമാകുന്നത്, ചില പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുന്നത്, ചിലർ ശുശ്രൂഷ പ്രാപിക്കുന്നത്, ചിലർ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് സ്വർഗം ഇട്ടയാക്കിയിട്ടുണ്ട്. ആ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞത് ഈ അഭിഷേകത്തിനെ ഇവിടെ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരം ഒക്കെ സന്തോഷിക്കും. പ്രിയ അഭിഷേകത്തിന്റെ മിനിസ്ട്രിക്കെതിരായി നിൽക്കുന്ന സകല കവിട വൈദ്യക്കാരും സകല പള്ളി പ്രമാണികളും നീരസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പള്ളി പ്രമാണികളും ആമേൻ അവർ നാണിച്ചു പോകും. അങ്ങനെയുള്ള ഒരു അഭിഷേകമാണ് ഇവിടെ വെളിപ്പെടുവാൻ തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു അധികാരമാണ് ദൈവം കൈമാറാൻ തോന്നുന്നത്. അവർ നാണിച്ചു പോകും. നാണിച്ചു പോക മാത്രമല്ല, ചിലർ ഇതിനകത്ത് തിങ്ങിക്കൂടും. ആമേൻ. സ്വസ്ഥത നഷ്ടപ്പെട്ടവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, വൈദ്യശാസ്ത്രത്തിന് വിടിയിപ്പാൻ കഴിയാത്തവർ ഒക്കെ ഇവിടെ ചോദിച്ചു കേട്ട് ഈ കാരുണ്യ പ്രവർത്തനത്തിലെ കടന്നു വരും. ആമേൻ. ചിലർ നാണിച്ചു പോകും. എന്നാൽ മത്തായി സുവിശേഷം 25-ാം വാക്യം, ആമേൻ, അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. പ്രിയ ദൈവസഭയെ, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ. ആമേൻ. ഇതിവിടെ പറയുന്നത് ആ വചനമൊന്നും ഇപ്പൊ എടുക്കാൻ സമയമില്ല. 10 കന്യമാരിൽ 5 പേർ ഒരുങ്ങിയിരിക്കുന്നവരെ ചേർപ്പാൻ വീണ്ടും വരാൻ സമയമായി ഒരുങ്ങുക. സഭയെ ഒരുങ്ങുക. ഒരുങ്ങിയിരിക്കുന്നവരെ ചേർപ്പാൻ വിശുദ്ധിയും വേർപാടും, ആമേൻ, വിശുദ്ധിയിലും വേർപാടിലും ഇരിക്കുന്നവർ ദൈവശബ്ദം ആർപ്പുവിളി കേൾക്കുവാൻ പോകുന്നു. ആമേൻ. അവരെ ചേർപ്പാൻ യേശു കടന്നു വരുവാൻ പോകുന്നു. ആമേൻ. അതിനു വേണ്ടി 7 അടിസ്ഥാന ഉപദേശം നമ്മൾ അനുസരിക്കണം. 7 അടിസ്ഥാന ഉപദേശം, ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ കൽപ്പന, വിശുദ്ധ ജീവിതം, ആമേൻ, മുഴുകൽ സ്നാനം, ആമേൻ. തളിപ്പീരെല്ലാം കളിപ്പീരാണ്. ആമേൻ. തളിപ്പീരെല്ലാം കളിപ്പീരാണ്. മുഴുകൽ സ്നാനം യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക. മുഴുകൽ സ്നാനം യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവെന്ന പ്രാവുന്ന രൂപത്തിൽ യേശുവിന്റെ മേൽ കടന്നു വന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം, ഇത് കൃപായുഗം, ഇത് രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. മാനസാന്തരപ്പെടുന്നവരെ ചേർത്തുകൊള്ളുവാൻ മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ എന്റെ യേശു വരാൻ സമയമായി. വെറും വിടുതലല്ല,
പ്രാപിപ്പാനായി പോകും. ഞാൻ പോയിട്ട് വീണ്ടും വരും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇത്രമാത്രം പ്രതിസന്ധികൾ വന്നിട്ട് ഞാൻ എന്റെ അപ്പന്റെ വീട്ടിൽ പോകാനാണ് നിൽക്കുന്നത്. ആമേൻ ജീസസ്. അതുപോലെ നിങ്ങൾ ഒരുങ്ങുക. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ഇവിടെയായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസി ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇന്നലെ രാത്രി ആ കർത്താവിന്റെ ദാസി പറയുന്നത് അവർ രണ്ടുപേരും ഇന്നിവിടെ ഉണ്ടെന്ന്. ഞാൻ ഇന്നലെ രാത്രി അറിഞ്ഞത്. പക്ഷേ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസിക്ക്, ദൈവദാസൻ ഇവിടെ എന്നെ കൊണ്ടുവന്ന ഈ ദൈവദാസിക്ക്, ഈ ദൈവസഭയ്ക്ക് എല്ലാവർക്കും ഞാൻ വീണ്ടും വരുന്ന എന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. നമുക്ക് ഈ സമയം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അല്പസമയം ആത്മാവിലൊന്ന് ആരാധിച്ച്, ആമേൻ, ആത്മാവിലൊന്ന് ആരാധിച്ച് വിശുദ്ധിയോടെ, വേർപാടോടെ അവൻ ഇന്ന് കേൾപ്പിച്ച തിരുവചനങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളുടെ സമർപ്പണത്തോടെ ആയിരിക്കാൻ കഴിയുമെങ്കിൽ ഒരു അഭിഷേകത്തോടെ, അധികാരത്തോടെ നമുക്ക് ഇന്ന് പകൽക്കാലം പൂർണ്ണക്ഷയത്തോടെ ആമേൻ പുറത്തിറങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ. അടുത്ത മീറ്റിംഗ് വരെ ഓരോ കുടുംബങ്ങളെ, ഓരോ അഭിഷേകത്തെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ കരങ്ങൾ വഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മീറ്റിങ്ങിന് വിളിക്കുന്നിടത്തൊക്കെ പോകുന്നുണ്ട്, കൺവെൻഷനായാലും ചർച്ച് മീറ്റിങ്ങിനായാലും വളരെ രാത്രിയൊക്കെ. പക്ഷേ എനിക്ക് ഒരു സമയം പോലും വേസ്റ്റ് ആക്കി കളയുവാൻ മനസ്സില്ല. എന്ന് വെച്ചാൽ എന്റെ പ്രാണപ്രിയൻ വരാൻ സമയമായി. ആയതുകൊണ്ട് ഞാൻ കിട്ടുന്ന അവസരമുണ്ടല്ലോ, ഞാൻ ഒരു വട്ട മീറ്റിംഗ് ആയിട്ട് ഏത് ചർച്ചിലായാലും, ഏത് ചർച്ച് മുഖാന്തരം പുറത്ത് മുറ്റത്തോ, വീട്ടിന്റെ മുറ്റത്തോ, വീട്ടിന്റെ മുകളിലോ, എവിടെ അവസരം നിങ്ങൾ ഒരുക്കി തന്നാലോ ഞാനൊരു വൺ ഡേ മീറ്റിംഗ് ആയിട്ട് ഞാൻ സ്വന്തമായി നടത്താറുണ്ട്. ഇവിടെ ആയിരിക്കുന്ന അഭിഷേകത്തിന് അങ്ങനെ ആർക്കെങ്കിലും ഒരു വൺ ഡേ മീറ്റിംഗ് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ അനേകം മദ്യപാനികൾ വിടുവിക്കപ്പെടുന്നത് കാണുവാനിടയായിട്ടുണ്ട്. അനേക പൈശാചിക മണ്ഡലങ്ങൾ വന്ന് ജലം വിടുവിക്കപ്പെടുന്നത് കാണുവാനിടയായിട്ടുണ്ട്. അനേക രോഗികൾ സൗഖ്യമാകുന്നത് കാണുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരു അവസരം ഒരുക്കുന്നു എങ്കിൽ നിങ്ങൾക്കാർക്കും പൈസക്ക് ചിലവില്ല. പക്ഷെ ഞാൻ ആൾക്കാരെ കൊണ്ടുവന്ന് 6 മണി മുതൽ 9 മണി വരെ, 9 മണിയാകുമ്പോൾ വാരം കെട്ടിക്കൊണ്ട് ഞങ്ങൾ അങ്ങ് പോകും. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കർത്താവിന്റെ സുവിശേഷം, കർത്താവിന്റെ സത്യ സുവിശേഷം വിളിച്ചു പറയുക, അവിടെ നോടി രക്ഷപ്പെടുക. മറ്റുള്ളവരുടെ പണം സമ്പാദിക്കുവാനല്ല ഞങ്ങൾക്ക് കിട്ടുന്ന അവസരം യേശുവിന് വേണ്ടി. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം സമർപ്പണത്തോടെ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, ഒരു പുതിയ അഭിഷേകം പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ